ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾ നമ്മളെപ്പോഴും വാർത്തകളിൽ കാണാറുണ്ട്. എന്നാൽ ഈ സന്ദർശനങ്ങളിലെല്ലാം പൊതുവായ ഒരു കാര്യമുണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ തിളങ്ങുന്ന ഏതെങ്കിലും ഒരു പുതിയ പുരസ്കാരം കാണും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 30-ലധികം അന്താരാഷ്ട്ര പുരസ്കാരങ്ങളാണ് മോദി വാരിക്കൂട്ടിയത്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ പുരസ്കാരങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് ലഭിക്കുന്ന ആദരവാണോ, അതോ പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം തട്ടിക്കൂട്ടുന്നതാണോ? ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമെന്ന് നമുക്ക് നോക്കി വരാം. ജൂൺ മാസത്തിൽ സെയ്ഷൽസ് രാജ്യം സന്ദർശിച്ച മോദിക്ക് അവിടെ നിന്നൊരു ഉഗ്രൻ പുരസ്കാരം കിട്ടി. ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ. പേര് കേൾക്കാൻ നല്ല ഗാംഭീര്യമുണ്ടല്ലേ? പക്ഷേ കൗതുകകരമായ കാര്യം എന്തെന്നാൽ മോദി അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് മാത്രമാണ് സെയ്ഷൽസ് ക്യാബിനറ്റ് ഇങ്ങനെയൊരു അവാർഡ് ഉണ്ടാക്കാൻ തന്നെ അനുമതി നൽകിയത്. അതായത് മോദിക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം അപ്പോൾ നിർമ്മിച്ച ഒരു പുരസ്കാരമാണെന്നു സാരം. തിടുക്കത്തിൽ ചെയ്ത ഈ രഹസ്യ ഓപ്പറേഷൻ ഒടുവിൽ ചെന്നെത്തിയത് വലിയൊരു നാണക്കേടിലേക്കാണ് കേട്ടോ. മോദിക്ക് നൽകിയ പ്രശംസാ പത്രത്തിൽ സ്വന്തം രാജ്യത്തിന്റെ പേര് പോലും അവർ തെറ്റിച്ചാണ് നൽകിയിരിക്കുന്നത്. റിപ്പബ്ലിക് എന്നതിന് പകരം റിപ്പബ്ലിക് എന്നും സീഷെൽസ് എന്നതിന് പകരം സീഷീൽസ് എന്നുമാണ് അവർ എഴുതി ചേർത്തിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി കൊടുക്കുമ്പോൾ പോലും ഉണ്ടായ ഈ തിടുക്കം കാണിക്കുന്നത് സത്യത്തിൽ എന്താണ്? പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നത് പോലെ എന്ത് അവാർഡ് കൊടുത്താലും അത് വാങ്ങാൻ മോദി ഓടിയെത്തുമെന്ന് തന്നെയല്ലേ ഈ കാര്യങ്ങളെല്ലാം നമ്മോട് അടിവരയിട്ടുകൊണ്ട് വിളിച്ചു പറയുന്നത്? ഇത് സേഷൽസിൽ മാത്രം സംഭവിച്ച ഒന്നല്ല കേട്ടോ. ഇന്തോനേഷ്യയിൽ നിന്ന് ലഭിച്ച ബിത്താങ് അതിപൂർണയും ഇസ്രായേലിൽ നിന്ന് ലഭിച്ച സ്പീക്കർ ഓഫ് ദി നെസറ്റ് മെഡലും ഒക്കെ ഇത്തരത്തിൽ മോദിക്ക് വേണ്ടി മാത്രം അതാതു സമയങ്ങളിൽ പടച്ചുണ്ടാക്കിയവയാണ്. 2019 അമേരിക്കയിലെ നോർത്ത് വെസ്റ്റേൺ സർവകലാശാലയിൽ നിന്ന് മോദിക്ക് ലഭിച്ച ഫിലിപ്പ് കോട്ടർ പ്രസിഡൻഷ്യൽ അവാർഡ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ പുരസ്കാരം മോദിക്ക് ശേഷം ഇന്നേ വരെ ലോകത്തിലെ മറ്റൊരു നേതാവിനും അവർ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം കൊടുക്കാത്തത്? മോദിക്ക് വേണ്ടി തട്ടിക്കൂട്ടിയതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമൊക്കെ ആ അവാർഡ് എന്നേ കൊടുത്തിട്ടുണ്ടാകും. ഇവിടെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിദഗ്ധരുമൊക്കെ വിരൽ ചൂണ്ടുന്ന മറ്റൊരു കാര്യം. UK വെസ്റ്റ്മിൻ സർവകലാശാല പ്രൊഫസർ നിതാല കൗൾ പറയുന്നത് ഈ പുരസ്കാരങ്ങൾ ഇന്ത്യയുടെ നയതന്ത്ര വിജയമല്ലെന്നാണ്, മറിച്ച് മോദിയുടെ വ്യക്തിഗത താല്പര്യങ്ങൾ മാത്രമാണെന്നാണ്. അന്താരാഷ്ട്ര തലത്തിൽ താൻ ഒരു വലിയ ജനസമ്മതനായ ഭരണാധികാരിയാണെന്ന് നാട്ടിൽ കാണിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് മോദിക്ക് ഈ പുരസ്കാരങ്ങളെല്ലാം. രാജ്യത്തിന് ഈ പുരസ്കാരങ്ങൾ കൊണ്ട് എന്തെങ്കിലും സാമ്പത്തികമോ നയതന്ത്രപരമോ ആയ നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നു തന്നെ പറയേണ്ടി വരും. ഓസ്ട്രേലിയയിലെ ഗ്രിഫത്ത് സർവകലാശാല പ്രൊഫസർ ഇയാൾ ഹാൾ നിരീക്ഷിക്കുന്നത് ഇത്തരം പുരസ്കാരം വാങ്ങിക്കൂട്ടുന്ന തിരക്കിൽ ഇന്ത്യയുടെ യഥാർത്ഥ താല്പര്യം സംരക്ഷിക്കുന്നതിനുള്ള പ്രായോഗിക നടപടികളിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ മാറുന്നു എന്നാണ്. ചുരുക്കത്തിൽ ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ബഹുമാനിച്ചു നൽകുന്നതല്ല ഈ പുരസ്കാരങ്ങളൊന്നും, മറിച്ച് ഡൽഹിയെയും പ്രധാനമന്ത്രിയും സന്തോഷിപ്പിച്ച് നിർത്താൻ അവർ പ്രയോഗിക്കുന്ന ഒരു തന്ത്രം മാത്രമാണിത്. കാരണം അവാർഡുകളൊക്കെ മോദിക്ക് കിട്ടിയിട്ടും ഇന്ത്യക്കാർ മറ്റു രാജ്യങ്ങളിൽ കടുത്ത വംശീയ അധിക്ഷേപം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. എന്തിന് മോദി പോലും ഇന്നലെ ഓസ്ട്രേലിയയിൽ അത് അനുഭവിച്ചു. മോദിയുടെ വ്യക്തിപരമായ ഈഗോയെ ഈ അവാർഡുകൾ ഒരുപക്ഷെ തൃപ്തിപ്പെടുത്തിയേക്കാം. പക്ഷേ അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് എന്ത് പ്രയോജനം? ഇന്ത്യക്ക് എന്ത് പ്രയോജനം?